രാഹുൽ ഗാന്ധി ഇപ്പോൾ മേപ്പാടിയിലുണ്ട്. മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ദുരിതാശ്വാസ ക്യാമ്പിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തി സന്ദർശനം നടത്തുന്നു. അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ, ബന്ധുക്കളെ ഒക്കെ ആശ്വസിപ്പിക്കുകയും അവരെ നേരിൽ കാണുകയും ചെയ്യുകയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഈ ചൂരൽമലയിലെത്തി ബേലി പാലം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി അവിടെ ആളുകളുമായി സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ അദ്ദേഹം മേപ്പാടിയിലേക്ക് എത്തുന്നു. അവിടെ ചികിത്സയിൽ കഴിയുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളവരെ കാണുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഇനി അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൂടി പോകും. കെ സി വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, രാഹുൽ ഗാന്ധി അവിടെ ചികിത്സയിലുള്ളവരെയും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ക്യാമ്പിലേക്ക് എത്തുക. സേഫു, 2:35 കൂടിയാണ് രാഹുൽ ഗാന്ധി മേപ്പാടിയിൽ എത്തിയത്. ആദ്യം മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. ഒപ്പം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, T സിദ്ദീഖ് MLA തുടങ്ങിയവരെല്ലാം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് പോയത്. അവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഇടത്തേക്കാണ് രാഹുൽ ഗാന്ധി ആദ്യം പോയത്. അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ, ദുരന്തം ബാധിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഈ ക്യാമ്പിലേക്കാണ് 10 മിനിറ്റ് മുമ്പ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. ഒരു 10 മിനിറ്റോളമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുമായി സംസാരിക്കുകയാണ്. അവരെ ആശ്വസിപ്പിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു റൂമിൽ, ഓരോ ക്ലാസ് മുറികളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ മാത്രം 561 പേർ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അതിലെ ഒരു മുറിയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കയറിയിരിക്കുന്നത്. അവിടെ ഉള്ള ആളുകളുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയൊരു ദുരന്തം കഴിഞ്ഞ് 2 ദിവസം മാത്രം കഴിയുമ്പോഴാണ് ഈ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന, ഒരുപാട് ഉച്ചവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിരിക്കുന്നത്. രാഹുൽ നേരത്തെ പ്രതിനിധീകരിച്ച ലോക്സഭാ മണ്ഡലം എന്ന നിലയ്ക്ക് കൂടി രാഹുലിന് വൈകാരിക ബന്ധമുള്ള മണ്ഡലവും സ്ഥലവുമാണ്. പ്രത്യേകിച്ച് വയനാട് എന്നത് രാഹുലിന് ആ തരത്തിൽ വൈകാരികമായ ബന്ധമുള്ള സ്ഥലമാണ്. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ, MP സ്ഥാനം മാറിപ്പോകുന്ന സമയത്ത് തന്നെ അത് വ്യക്തമായി പറയുകയും ചെയ്തിരുന്നത് വയനാടുമായുള്ള ബന്ധം തുടരുമെന്ന്. അങ്ങനെ ഒരു വലിയ ദുരന്തം വയനാടിനെ, കേരളത്തെയാകെ നടുക്കിയ മഹാദുരന്തം വയനാട്ടിൽ വന്നു ഭവിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് എത്തുകയാണ്. ദുരന്തം ബാധിച്ച ആളുകളുമായി സംസാരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റോമെങ്കിലുമായി രാഹുൽ ഗാന്ധി അവരുമായി സംസാരിക്കുകയാണ്. നേരത്തെ ചൂരൽമലയിൽ എത്തിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് മേപ്പാടിയിലേക്ക് വന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ളത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ T സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട്. ഈ ക്യാമ്പിൽ മാത്രം 561 പേരാണ് ഇതുവരെ ഈ ക്യാമ്പിലുള്ളത്. പലരുമായി സംസാരിക്കുമ്പോഴും നമുക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ് പലരും പങ്കുവെച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട മക്കളെയും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഒക്കെ നഷ്ടപ്പെട്ടവർ, അതിൽ തന്നെ അവരെവിടെയെന്ന് പോലും അറിയാത്ത വിലപിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഓരോരുത്തരുടെയും കഥകളും അവരുടെ അനുഭവങ്ങളും അവർക്ക് സംഭവിച്ച ദുരന്തവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അതിന്റെയൊക്കെ ഒരു തീവ്രതയും ആഴവും ഉള്ളത്. നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്കാണ് ആശ്വാസമായി രാഹുൽ ഗാന്ധി സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവരുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പിലെ മറ്റു ആളുകൾക്കടുത്തേക്ക് ഇത് വലിയൊരു മാധ്യമപ്പടയും ഒപ്പം തന്നെ മറ്റു വലിയ തിരക്ക് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കയറിയ റൂമിന് അപ്പുറത്തേക്ക് മറ്റിടങ്ങളിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോകുമോ എന്ന് സംശയമുണ്ട്. കാരണം ആ നിലയ്ക്കുള്ള വലിയ തിരക്ക് ഈ സ്കൂളിന്റെ പരിസരത്തും ഒപ്പം തന്നെ വരാന്തയിലുമൊക്കെ നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ കയറിയ
ക്ലാസ് മുറിയിലെ ദുരിതാശ്വാസ ക്യാമ്പ്. ദുരിതാശ്വാസ ഇടത്തിൽ മാത്രമായിരിക്കാം രാഹുൽ ഗാന്ധി സംസാരിക്കാനും ആശ്വസിപ്പിക്കാനും ഇടയുണ്ടാവുക. മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും ഇപ്പോഴും ഈ റൂമിൽ രാഹുൽ ഗാന്ധി ഇവരുമായി ദുരിതബാധിതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും ആ മേഖലയിലാകെ തന്നെ വലിയ തോതിൽ നാശം വിതച്ച ഒരു മുണ്ടക്കൈ ഗ്രാമം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ, നാമാവശേഷമാക്കുന്ന തരത്തിൽ വലിയൊരു ദുരന്തത്തെയാണ് ആ മേഖലയാകെ നേരിട്ടത്. ആ സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത മുറിയിലേക്ക് പോകുമോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ഓരോ ക്ലാസ് മുറികൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലാകെ 561 പേരാണ് ഇവിടെ ഉള്ളത്. മറ്റിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മാത്രമല്ല ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭാഗമായി മാത്രം 3000-ലേറെ പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവരെ ആശ്വസിപ്പിച്ച ശേഷം, അവരുമായി സംസാരിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ട് മടങ്ങുകയാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അദ്ദേഹം പോകാൻ സാധ്യതയുണ്ട്. നേരത്തെ അദ്ദേഹം ചൂരൽമലയിലെത്തി ബെയിലിപ്പാല നിർമ്മാണത്തിൻ്റെ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങുകയാണ് ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകും. सिद्दीक भाई थोड़ा तेज चलो भैया, आगे चलो स्टेज भैया।